ഇന്ന് നമുക്ക് ഒരു ടെറാറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് പറ്റിയ ഒരു നല്ലൊരു പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോട്ടിൽ ലിഡുണ്ട്. ലിഡ് ഇങ്ങനെ ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന ലിഡാണ്. ഇതിനിപ്പോൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സോയിലുണ്ട്, ഗ്രാവലുണ്ട്, കുറേ സ്റ്റോൺസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ ഏത് വേണം എന്ന് നോക്കി അതിനാവശ്യമായ രീതിയിലെ സ്റ്റോൺ മാത്രമാണ് വെക്കുന്നത്. കുറേ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത്രയും വെക്കില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പെല്ലാം ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ചെറിയ കല്ലുകളാണ്. അപ്പോൾ ഇത് നെറ്റ് അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് ആദ്യം ലാൻഡ്സ്കേപ്പ് സെറ്റ് ആക്കുക. ലാൻഡ്സ്കേപ്പ് ചെയ്തതിന് ശേഷമാണ് അതിൽ പ്ലാന്റ്സുകൾ വെക്കുന്നത്. എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഗ്രാവൽ ഇടും, അല്ലെങ്കിൽ ക്ലേ ബോൾസ് ഇടാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രാവലാണ്. അപ്പോൾ ആവശ്യമായ ഗ്രാവൽ ഞാൻ ഇതിലേക്ക് പതുക്കെ ഇടുന്നു. നമുക്ക് അതിന് ആവശ്യമായിട്ട് ഒരു ലെയർ ആയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതിൽ എത്രയാണ് വേണ്ടത് നോക്കിയതിന് ശേഷം അങ്ങനെയാണ് ഇടുക. ഒരുപാട് വാരി ഇട്ടിട്ട് കാര്യമില്ല, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ശരിക്കും ഇതിനുള്ളിൽ ഒരു വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാവൽ ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ മുകളിലേക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത ഒരു മെഷാണ് വേണ്ടത്. ആ മെഷ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചാർക്കോൾ ആഡ് ചെയ്യാം. അത് ഒരു ലെയർ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സാധാരണ രണ്ട് രീതിയിൽ ചെയ്യാം, ലെയർ ആയിട്ടും ചെയ്യാം, ഈ ചാർക്കോൾ ഈ സോയിലിൽ കൂടി മിക്സ് ചെയ്തും ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വൈറ്റ് സാൻഡ് ആണ് ആഡ് ചെയ്യുന്നത്. വൈറ്റ് സാൻഡ് ഞാനൊരു അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം സൈഡിലാണ് ഇടുന്നത്. അത് ഫുള്ള് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, പക്ഷെ നമുക്ക് ഭംഗി കൂട്ടാനും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാം. ഈ സൈഡിലേക്ക് മാത്രമേ ഇത് ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് സോയിലാണ് ആഡ് ചെയ്യുന്നത്. സോയിൽ ഇത് മിക്സ് ചെയ്തതാണ്. ഇത് കോക്പിറ്റും പോട്ട് മിക്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഇതിനെ ലാൻഡ്സ്കേപ്പ് അത് കറക്റ്റ് ആക്കി കൊണ്ടുവരണം. ഇതിലേക്ക് ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു കല്ല് ഇവിടെ വെക്കുന്നുണ്ട്. ഞാനൊരു ഹിൽ ഷേപ്പാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള ഒരു ചെറിയൊരു കല്ലാണ് ഇവിടെ വെക്കുന്നത്. നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെറിയ പീസ് ഈ സ്റ്റോൺ ഇങ്ങനെ കട്ട് ചെയ്തത് നമ്മൾ ഇതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ എവിടെയാണ് വെക്കേണ്ടത് നോക്കി വെക്കാം. ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ അതിൻ്റെ സൈഡിലെ മണ്ണൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു ചെറിയൊരു കല്ലുണ്ട്. അത് നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് അന്ന് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരു ക്രിയേറ്റീവ് സ്റ്റൈൽ ഉണ്ടാവണം. നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്ത് കളയാൻ പറ്റില്ല. അതിനൊരു ചെറിയൊരു ഭംഗി വരുന്ന രീതിയിൽ തന്നെ അത് ചെയ്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മൂസ് വെച്ച് നോക്കാം. മൂസ് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത പ്ലാന്റ്സ് വയ്ക്കും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ മോസ് ഏകദേശം കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടി പ്ലാന്റ് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സൈഡിൽ കുറച്ച് വൈറ്റ് സാൻഡ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഫിറ്റോണിയ കൂടി അതിൽ വയ്ക്കുന്നുണ്ട്. ഫിറ്റോണിയ ഒരു വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇത് ടെറാറിയം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല രസമായിട്ട് നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ. അതൊരു 3-4 എണ്ണം ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം. ഇത് ഞാൻ ചെയ്തുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ചെയ്യണ്ടായിരുന്നു എന്നുള്ള 1-2 കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയാം. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫൈനൽ ലുക്ക്.